കുങ്ങിണിപ്പൂവ് അല്ലെങ്കിൽ അരിപ്പൂവ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈസിയായി വളർത്തിയെടുക്കാം, അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വേനൽക്കാലത്ത് പൂക്കൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് പൂക്കൾ വളരെ കുറവായിരിക്കും. രണ്ട് തരത്തിൽ നമുക്ക് ഈ ചെടി നോക്കി കാണാൻ പറ്റും. ഒന്നൊരു വലിയ മരമായിട്ടും ഒന്ന് ഇതുപോലെ വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് എടുക്കുന്ന രീതിയിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. വള്ളിയിൽ നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും മതിലിൻ്റെ സൈഡിലൂടെ പടർത്തി വിടാനും പറ്റും. അല്ലെങ്കിൽ PVC പൈപ്പ് ഒരു സപ്പോർട്ടായിട്ട് കൊടുത്തും നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇടയ്ക്കിടെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളരാനും ഇത് സഹായിക്കും. വെയിൽ കൊള്ളുന്നതിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നതും. നമ്മളിത് പ്രൊപ്പഗേഷൻ ചെയ്യാനെടുക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കോക്കോപിറ്റും ഉപയോഗിച്ചുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊമ്പ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് വളരുന്നതോടൊപ്പം തന്നെ അത് പ്രൂൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വളരാനും സഹായിക്കും. കൂടാതെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിച്ചണിലെ വെജിറ്റബിൾ വേസ്റ്റ് ആയിട്ടുള്ള മുട്ടത്തോട്, പഴത്തിൻ്റെ തൊലി, ഉള്ളിത്തോട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നതും നന്നായിട്ട് പൂവുണ്ടാക്കാൻ സഹായിക്കും. ഇത് നമുക്ക് മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നമുക്കിത് ചെയ്താൽ തന്നെ നമുക്ക് ധാരാളം പൂവുണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള സെക്കൻഡ് വെറൈറ്റിയാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡ് മാത്രമല്ല ഇതിലുള്ളത്, മിക്സായിട്ടൊരു റോസ് കളറും കൂടെ ഇതിൻ്റെ കൂടെ മിക്സായിട്ട് വരുന്നുണ്ട്. ഇത് അധികം ഞാൻ പ്രൂൺ ചെയ്തിട്ട് എടുത്തിട്ടില്ല. ഇത് ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ പർപ്പിൾ കളർ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. മാത്രമല്ല ഇത് നമ്മൾ എത്ര വെയിലത്ത് വെച്ചാലും ഇടയ്ക്ക് വെള്ളം തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി മൊത്തത്തിൽ നശിച്ചു പോകും.